സർ, കെ സീരീസിൽ നിന്നും ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ആറാമത്തെ മിസൈൽ K6 മിസൈൽ ഹൈപ്പർസോണിക് മിസൈലാണ്. 9261 കിലോമീറ്ററാണ് മണിക്കൂറിൽ ഇതിന്റെ ദൂരം കണക്കാക്കുന്നത്. അപ്പോൾ ബ്രഹ്മോസിന് ശേഷം ഇന്ത്യയുടെ വജ്രായുധം എന്ന് നമുക്ക് K6നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സർ ചൈനയ്ക്ക് ഒരു ഭീഷണിയായി മാറുന്നത്? ഒപ്പം മറ്റെന്തൊക്കെയാണ് നമ്മുടെ K6ന്റെ പ്രത്യേകതകൾ? K6 സീരീസിൽ നേരത്തെ നമ്മൾ മിസൈലുകൾ ഉണ്ടായിരുന്നു. അത് K4 ഉണ്ട്, K5 ഉണ്ട്, K15 ഉണ്ട്. K15 2000 കിലോമീറ്റർ, K5 ഏതാണ്ട് 5500 കിലോമീറ്റർ, K4 4000 കിലോമീറ്റർ. അപ്പൊ ഇതിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഹൈപ്പർസോണിക് മിസൈൽ ഭൂഖണ്ഡാന്തര അല്ലെങ്കിൽ നമ്മുടെ ആണവ അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് അപ്പുറത്തെ ഭൂഖണ്ഡത്തിൽ 8000 കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ദൂരം. ഏതാണ്ട് 7.5 ശബ്ദത്തെക്കാട്ടിൽ 7.5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു 8000 ആണ് പറയുന്നത്, 10000 വരെയും പറയുന്നുണ്ട്. ഒരു മണിക്കൂർ 10000 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ലോകത്ത് മൊത്തവും മറ്റ് രാജ്യങ്ങൾക്കെല്ലാം അതിശയമുണ്ടാക്കുന്ന നമ്മൾ തന്നെത്താൻ വികസിപ്പിച്ചെടുക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നമുക്കിപ്പം ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈൽ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി 5 വരെ നമ്മൾ വെളിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റേഞ്ച് ഏതാണ്ട് 5500 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ക്ഷമിക്കണം, എന്റെ ഒരു ഇത് പറഞ്ഞത്. അഗ്നി 6നെ പറ്റി നമ്മൾ വെളിയിൽ വിടുന്നില്ല. കാരണം അതിനകത്ത് അഗ്നി 6 അതിന്റെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ കംപ്ലീഷൻ ആയോ, അതിന്റെ പരീക്ഷണമോ എന്നോ നമ്മൾ അനൗൺസ് ചെയ്ത് നടത്തിയിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ ഏത് മിസൈലാണോ അമേരിക്കയിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് ചെല്ലാൻ സാധ്യതയുള്ള ദൂരത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ ഉണ്ടാക്കുന്ന രാജ്യത്തെ അമേരിക്ക ആ രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ട് കാണും. ഇപ്പൊ ഞാനീ പറഞ്ഞ അഗ്നി 5ന് ശേഷം വരുന്ന 6ഉം സൂര്യ മിസൈലും ഒക്കെ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന റേഞ്ചിലേക്ക് വരുന്ന മിസൈലുകളാണ്. ഇപ്പൊ തന്നെ 8000 കിലോമീറ്റർ ഇതിന്റെ പറയുന്നെങ്കിൽ, നമ്മൾ അനൗൺസ് ചെയ്യുന്നെങ്കിൽ ഇത് 8000 കിലോമീറ്റർ ഒന്നും അല്ല പോകുന്നത്. അങ്ങനെ പല മിസൈലുകൾ 5500 എന്നുള്ളത് 5500 അല്ല പോകുന്നത്. അത് നമ്മളങ്ങ് പറയുന്നതേ ഉള്ളൂ, പല കാര്യങ്ങൾ വ്യക്തമായിട്ട്. അപ്പൊ ഈ പറയുന്ന അഗ്നി 6ഉം അല്ലെങ്കിൽ ഈ സൂര്യ മിസൈലും ഒന്നും ഈ പറയുന്നത് വെളിയിൽ അനൗൺസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദൂരത്തിന് അപ്പുറം പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ മിസൈൽ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കുണ്ട് ഇതിന് സമാനമായിട്ട് മിസൈൽ. അവരുടെ സാങ്കേതിക വിദ്യ വെച്ചിട്ട് ഫ്രാൻസിനുണ്ട്, ബ്രിട്ടനുണ്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റഷ്യക്ക് വരെ ഇല്ല എന്ന് തോന്നുന്നു. ചൈന ഇത് വികസിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ശ്രമം നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അവർ 7000 ആദ്യം പറയുന്നു, പിന്നെ 10000 രണ്ടാമത് 2 വേർഷനായിട്ട് പറയുന്നുണ്ട്. നമ്മളിത് 2017 ഇത് വികസിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയത്. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ അതിന്റെ പരീക്ഷണവും അനൗൺസിങ്ങും ഒക്കെ മാത്രം മതി. നമ്മൾ അവർ വെളിയിൽ വിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞ കൂടുതലായിട്ട് വ്യക്തത വരുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിന്റെ വേറൊരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം 8000 കിലോമീറ്റർ ഉള്ളെന്ന് പറയുന്നു. നമ്മുടെ സമുദ്രം ഉണ്ടല്ലോ, ഇന്ത്യൻ ഓഷൻ, അതിനകത്ത് ഈ അന്തർവാഹിനിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും ഇവിടുന്ന് താപ്പോട്ട് പോയി ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും അടുത്ത് ചെന്നിട്ട് ആ രാജ്യത്തോട് കൊടുത്താൽ ചെയ്യാൻ. അപ്പൊ ഇവിടെ നിന്ന് കൊടുക്കുന്ന നല്ലത് അന്തർവാഹിനിയിൽ നിന്ന് കൊടുക്കാം. അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ എവിടൊക്കെ കടലിൽ എവിടൊക്കെ സഞ്ചരിക്കാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യൻ ഓഷൻ. അപ്പൊ അതിനകത്ത് പോയിട്ട് നമുക്ക് സഞ്ചരിക്കാം. അപ്പം ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ത്രെട്ടാണ്. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ചൈനയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു മിസൈലായിട്ട് വരും. ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പൊ ലോകത്തുള്ള ഒരു ഈ പറയുന്ന സിസ്റ്റത്തിനും ഇതിനെ തടയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടയാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ആലോചിക്കണ്ടേ, ഒരു മിസൈലിന്റെ വേഗത, ഒരു കാര്യം, ഒരു മണിക്കൂറിൽ 10000 അല്ലെങ്കിൽ 8000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു കാണാനൊന്നും പറ്റത്തില്ല. ശബ്ദത്തിന്റെ 7.5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുക എന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ കാണാൻ പറ്റാത്ത ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ മിസൈൽ ഒരിടത്തുനിന്ന് തൊടുത്താൽ അത് ഹൈപ്പർസോണിക് മിസൈൽ ആകുമ്പോൾ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈ മിസൈലിനെ കണ്ടുപിടിച്ച് ആ മിസൈലിനെക്കാട്ടി വേഗതയിലുള്ള മിസൈൽ വെച്ചാണല്ലോ ഇതിനെ അടിച്ചിടേണ്ടത്. അതാണല്ലോ പ്രതിരോധ സംവിധാനം. ഇപ്പൊ ടാറ്റ് സംവിധാനത്തിനകത്തും S4 സംവിധാനത്തിനകത്തും ഉപയോഗിക്കുന്നത് മിസൈലാ. അത് ഡിറ്റക്ട് ചെയ്യുന്നു, മറ്റേ മിസൈലിനെക്കാട്ടി സ്പീഡിൽ ചെല്ലുന്നു, അതിനെ അടിച്ചിടുന്നു. ഏതാണ് അതിന്റെ സിസ്റ്റം?
അപ്പൊ ഇതിനെക്കാട്ടി സ്പീഡിലുള്ള മിസൈൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലിനെ അടിച്ചിടാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ലോകത്ത് ഇന്ന് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പല സിസ്റ്റംസിന്റെയും കൂടെ ഈ ഒരു മിസൈൽ ലോകത്ത് ഇപ്പൊ ആർക്കും തടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങളില്ല. അതുപോലെ വേറൊരു സിസ്റ്റം ഉണ്ട്. ഇതിന്റെ വേറൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ SLBM സിസ്റ്റം കൂടാതെ MIRV എന്ന് പറയുന്ന സിസ്റ്റം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഈ പറയുന്ന അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഈ വലിയ 1-2 രാജ്യങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. മൾട്ടി പോർമുഖങ്ങളുണ്ട്. ഒരു പ്രാവശ്യം തൊടുത്താൽ നമുക്ക് ആ ഓരോരുത്തരത്തോട് പല സ്ഥലങ്ങളിൽ നമ്മൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? സാധാരണ ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ 1 ലക്ഷ്യത്തിലല്ലേ വീഴാൻ പറ്റത്തുള്ളൂ. ഇത് പല ലക്ഷ്യത്തിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഒരു മിസൈൽ വെച്ചിട്ട്. അപ്പൊ അതൊരു വല്ലാത്ത സിസ്റ്റം. അത് നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രയാസമുള്ളതും വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിലുള്ളതുമാണ്. ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പൊ ഒരു മിസൈൽ വെച്ചിട്ട് ഉദാഹരണത്തിന് ചൈനയെ ആക്രമിക്കും. ചൈനയുടെ പല നഗരങ്ങളും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന സ്പീഡിലും ഹൈപ്പർ സോണിക്കും ഒക്കെ ആവുമ്പോൾ ഈ മിസൈൽ തടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിലവിലുള്ള ബ്രഹ്മോസിനെ തടുക്കാൻ കഴിയാത്ത സിസ്റ്റമാണ് പറയുന്നത് ചൈനയുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഈ സൂപ്പർ സോണിക്കിനെ എങ്ങനെയാ തടുക്കുന്നത്? ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഗ്നിയുടെ അത്രയും പ്രകടശേഷി ഉള്ള മിസൈൽ അല്ല ബ്രഹ്മോസ്. ആ ബ്രഹ്മോസ് ആയണൊക്കെ പറ്റുന്നില്ല. ആദ്യം നീതി ചോദിച്ച പോലെ പാകിസ്ഥാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴേ മൂത്രമൊക്കെ പോത്തേ ഉള്ളൂ. കാരണം ബ്രഹ്മോസിന്റെ ഗുണം അവരാ നേരിട്ട് അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയത്തില്ലേ, നമുക്ക് ഭഗവാനെ കാണാൻ എനിക്കാണ് ഭഗവാനെ നേരിട്ട് കാണാനൊരു അനുഗ്രഹം ഉണ്ടായെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത്. ഈ ബ്രഹ്മോസ് എന്തുവാണെന്ന് നേരിട്ട് രുചിച്ചറിയാൻ പറ്റിയിരിക്കുന്ന ഏക രാജ്യം ലോകത്ത് ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനേ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാൻ എടുത്ത് പറയും അഗ്നി 5-ന്റെയും 6-ന്റെയും ഒക്കെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ സൂര്യ മിസൈലിന്റെ ഒക്കെ കാര്യം പറയുകയും ഇപ്പൊ പറയുന്നത് നമുക്ക് K6-ന്റെ ഒക്കെ കാര്യം പറയും. പാകിസ്ഥാൻ ഈ മുനീറും ഒക്കെ അവിടെ വീണെങ്കിൽ ചാവത്തേ ഉള്ളൂ. കാരണം ഇത് അനുഭവിച്ചവനല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഏറ്റവും ലോകത്ത് ഇന്ന് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ കൂട്ടത്തിൽ K6 വരാൻ പോവുകയാണ്. അത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതാണ്. എല്ലാ സംവിധാനങ്ങളും കൂടിയതാണ്. അന്തർവാഹിനിയിലും തൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഇപ്പൊ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് ബദൽ, ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ബദൽ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ബദൽ, എല്ലാവർക്കും ബദലായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടുക്കാൻ പറ്റാത്ത, അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ കൂടി ഇന്ത്യയുടെ അല്ലെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ K സീരീസിലേക്ക് വരുന്നു എന്ന് വേണം കരുതാൻ. ബ്രഹ്മോസിനെക്കാട്ടിൽ ഭീകരൻ ഒരുപക്ഷെ അഗ്നി 5 എന്നതാണോ, ഒരുപക്ഷെ K6 ആണോ, ഏതൊക്കെയാണോ, ആരാണ് മിടുക്കൻ അല്ലെങ്കിൽ ആരാണ് കേമൻ എന്ന് പരസ്പരം മത്സരിക്കത്തക്കോണമുള്ള എല്ലാ മിസൈലുകളും ഇന്ത്യക്ക് ഇന്ന് ലോകം ചർച്ചയാവുന്ന രീതിയിലേക്ക് വരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ വിഷ്ണുവിനും, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷ്ണുവിനും ഒക്കെ ശേഷം ഏറ്റവും അവസാനത്തെ ഒരു മിസൈൽ കൂടി നമ്മുടെ പൊൻതൂവൽ ആകുന്നു. അല്ലെങ്കിൽ 2017 ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചത്. അത് ഏതാണ്ട് പൂർണ്ണതയിലെത്തി എന്നാണ് നമുക്ക് ഇപ്പം കിട്ടുന്ന വിവരങ്ങൾ. എല്ലാ വിവരങ്ങളും ഗവൺമെന്റും അല്ലെങ്കിൽ DRDOയും ഒന്നും പുറത്തു വിട്ടിട്ടില്ല. പലതും ഗോപ്യമായിട്ടും രഹസ്യമായിട്ടും വെച്ചിരിക്കുകയാണ്. അറിയാവുന്ന വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. യെസ്, അതാണ്. എന്തായാലും K6 വികസനത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ശബ്ദത്തെക്കാൾ 7.5 മടങ്ങ് അധിക വേഗത്തിൽ ഈ മിസൈൽ പ്രവർത്തിക്കും എന്നൊക്കെയാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. കാരണം നമുക്കറിയാം K സീരീസിൽ ഇറങ്ങിയിരിക്കുന്ന K4ഉം K5ഉം ഒക്കെ കുറ്റമറ്റതായിരുന്നു. വളരെ വലിയ രീതിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നിരയിൽ കൃത്യമായ ഒരു സ്ഥാനം വഹിക്കാനും ഈ K സീരീസിലുള്ള മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം, അതായത് ബ്രഹ്മോസിന് ശേഷം K സീരീസിൽ നിന്നെത്തുന്ന K6 മിസൈലിനെ ലോകരാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെ ഉറ്റുനോക്കുന്നുണ്ട്. പ്രസിഡന്റ് സാർ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പൂർണ്ണ വിവരങ്ങളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. DRDOയുടെ കീഴിൽ ഇതിന്റെ ഒരു വികസനം പുരോഗമിക്കുകയാണ്. പ്രവർത്തനങ്ങൾ പുരോഗമിച്ചതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.